എന്തുകൊണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ഷാനവാസ് പാതൂർ ജയിച്ചു വരണമെന്ന് നമ്മൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ആവശ്യകത എന്നുള്ളത് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദം കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാവണമെന്നുള്ള ഒരു ജനാഭിപ്രായം മുൻനിർത്തിയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കാസർഗോഡ് നിന്നും ജയിച്ചു പോയ ജനപ്രതിനിധികൾക്ക് അത്തരം നാടിന്റെ അവകാശങ്ങൾക്കും വികസനത്തിനും വേണ്ടി ശബ്ദിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാട് ഇത്തരത്തിലുള്ള ഒരു പിന്നോക്കാവസ്ഥയുടെ പേരിൽ എല്ലാ സമയത്തും ചർച്ചയാവുന്നത്. ഒരു ഭരണകൂടത്തിന് കീഴിൽ, ഒരു സർക്കാരിന് കീഴിൽ ആ നാട്ടിൽ കൊണ്ടുവരേണ്ട വികസന പദ്ധതികളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടും അത് നേടിയെടുക്കാനുള്ള അവകാശ ബോധവും അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കണം ഇവിടെ ജയിക്കേണ്ടത്. അതിന് പലവിധ വഴികൾ തേടേണ്ടി വരും. ആ വഴികളൊക്കെ തേടിക്കൊണ്ട് ആ മണ്ഡലത്തിന്റെ അടിസ്ഥാന വികസനം കൊണ്ടുവരേണ്ട ജനപ്രതിനിധിയായി തീർച്ചയായും കാസർഗോഡിന് ആവശ്യമുള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഷാനവാസ് പാതൂർ തന്നെയാണ്. ഷാനവാസ് പാതൂർ ജയിച്ചു വരണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് പറയാനുള്ളത്. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ മുൻനിർത്തി അദ്ദേഹം ഇറക്കിയിരിക്കുന്ന പ്രകടന പത്രിക എന്നുള്ളത് വിവിധ മണ്ഡലത്തിലുള്ള ഒട്ടുമിക്ക പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളുടെയും കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്ന വികസന പദ്ധതികളെ പറ്റിയും അതിൽ ജനങ്ങളെ ചേർത്തു നിർത്തുന്നതിന്റെ ഓരോ വിവരങ്ങളുമുണ്ട്. 58 പദ്ധതികളുടെ നേർരേഖയാണ് ഈ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിലുള്ളത്. ഈ പദ്ധതികൾ നടപ്പിലായി വന്നാൽ തന്നെ ഏകദേശം കാസർഗോഡുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷിയാവും. കേരളം വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസൃതമായി മാറാൻ കാസർഗോഡും തയ്യാറാവണം. അങ്ങനെ മാറിയാൽ മാത്രമേ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ തന്നെ വലിയ വികസന കുതിപ്പുകളുടെ പിന്നാക്കാവസ്ഥയുടെ പേരിൽ കരയുന്നതിനപ്പുറം വികസനങ്ങളുടെ മുന്നോക്കാവസ്ഥയ്ക്ക് നമ്മൾക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായും അത്തരം 58 പദ്ധതികൾ പരിശോധിച്ചുകൊണ്ട് തന്നെ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നുള്ള ഉറപ്പ് വാങ്ങിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീർച്ചയായും ഷാനവാസ് പാതൂറിനെ പോലെയുള്ള ഒരു ജനപ്രതിനിധി കേരളത്തിലുള്ള നിയമസഭയിലേക്ക് കാസർഗോഡിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.